ഹായ് ഓൾ, മൈസെൽഫ് അശ്വതി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ച പ്രോബ്ലംസ് ആണ്. ആദ്യം ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ദ ബാർ ഓഫ് 20 mm diameter is subjected to a pull of 50 kN. The measured extension on gauge length of 250 mm is 0.12 mm and change in diameter is 0.00375 mm. കാൽക്കുലേറ്റ് യങ്സ് മോഡുലസ് ആൻഡ് പോയ്സൺസ് റേഷ്യോ. 6 മാർക്ക്. 2018 ഏപ്രിലെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഗിവൺ ഡേറ്റാസ് നോക്കാം. ഡയമീറ്റർ 20 mm, ലോഡ് 50 kN ആയിരുന്നു. ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 15 × 10⁻³ ആണ്. അതായത് 15 × 10⁻³ ന്യൂട്ടൺ. ലെങ്ത് 250 mm, അതായത് ഗേജ് ലെങ്ത് എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് ആണ് 250 mm. ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈക്വൽ ടു 0.12 mm. ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.00375 mm. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ π/4 d² ആണ്. π/4 20², ദാറ്റ് ഈസ് 314.159 mm² ആണ്. സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി ലോഡ് ബൈ ഏരിയ ആണ്. ദാറ്റ് ഈസ് ലോഡ് എന്ന് പറയുന്നത് 15 × 10⁻³ ഏരിയ 314.159. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 159.155 Nm/mm². ദെൻ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ E = ഡെൽറ്റ L/L, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് 0.12, ഒറിജിനൽ ലെങ്ത് 250. ചെയ്യുമ്പോൾ 4.8 × 10⁻⁻⁴. യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് σ/E. സിഗ്മ കാൽക്കുലേറ്റ് ചെയ്തു 159.155. ദെൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് 4.8 × 10⁻⁻⁴. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.316 × 10⁵ Nm/mm ആണ്, mm². ദെൻ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ആണ്. ദാറ്റ് ഈസ് 0.00375 / 20. ലാറ്ററൽ സ്ട്രെയിൻ 1.875 × 10⁻⁻⁴ എന്ന് കിട്ടും. ദെൻ പോയ്സൺസ് റേഷ്യോ μ = ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ആയിരുന്നു. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ലാറ്ററൽ സ്ട്രെയിൻ 1.875 × 10⁻⁻⁴ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് 4.8 × 10⁻⁴ ആണ്. ചെയ്യുമ്പോൾ 0.390 എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. Next question. When a copper wire of length 2 meter and diameter 40 mm is subjected to an axial pull of 18 kN, its diameter reduced by 0.00775 mm. The modulus of elasticity of copper is 105 GPa. Calculate the extension of wire, Poisson's ratio and modulus of rigidity. 2018 ഡിസംബറിൽ 6 മാർക്ക് ആയിരുന്നു. ലെങ്ത് = 2000 mm, ഡയമീറ്റർ D = 40 mm. ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡെൽറ്റ D എന്ന് പറയുന്നത് 0.00775 mm. ലോഡ് P = 18 × 10⁻³ ന്യൂട്ടൺ. കിലോ ന്യൂട്ടൺ ആയിരുന്നു, ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ × 10⁻³ ആണ്. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 105 GPa ആയിരുന്നു. Nm/m² ആക്കാൻ × 10⁻⁹. Nm/mm² ആക്കാൻ 105 × 10⁻⁹ ഹോൾ ഡിവൈഡഡ് ബൈ 10⁻⁶ ആണ്. ചെയ്യുമ്പോൾ 105 × 10⁻³ Nm/mm² എന്ന് കിട്ടും. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ആണ്.
that is 0.00775 divided by 40 equal to 1.9375 into 10 raised to minus 4 എന്ന് കിട്ടും. സ്ട്രെസ് കണ്ടുപിടിക്കാൻ ലോഡ് ബൈ ഏരിയ ആണ്. ലോഡ് എന്ന് പറയുന്നത് 18 ഇൻറ്റു 10 റൈസ് ടു 3 ഡിവൈഡഡ് ബൈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പൈ ബൈ 4 ഇൻറ്റു 14 സ്ക്വയർ ആണ്. ചെയ്യുമ്പോൾ 63.662 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. യങ്സ് മോഡുലസ് ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ ഇ ആണ്. സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇ ഈക്വൽ ടു സിഗ്മ ബൈ യങ്സ് മോഡുലസ് ക്യാപിറ്റൽ ഇ ആണ്. സിഗ്മ സ്ട്രെസ് എന്ന് പറയുന്നത് 63.662 ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് 105 ഇൻറ്റു 10 റൈസ് ടു 3 ആണ്. ചെയ്യുമ്പോൾ 6.063 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 എന്ന് കിട്ടും. ദെൻ ഇലോങ്ങേഷൻ ഓഫ് ബോഡി കാൽക്കുലേറ്റ് ചെയ്യാൻ സ്ട്രെയിൻ ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ചെയ്യുക. ദാറ്റ് ഈസ് 6.063 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 ഇൻറ്റു ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് 2000 ആയിരുന്നു. ചെയ്യുമ്പോൾ 1.2126 mm എന്ന് കിട്ടും. ദെൻ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് 6.063 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 എന്നറിയാം. ദെൻ മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ മ്യൂ ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് 1.9375 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 ആണ്. ഇവിടെ -4 ഡിവൈഡഡ് ബൈ 6.063 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.319 എന്ന വാല്യൂ കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് സർക്കുലർ ബാർ ഓഫ് ലെങ്ത് 10 meter if the elongation of the bar due to axial load of 100 kilonewton is 0.15 mm. Elasticity, modulus of elasticity equal to 200 giganewton per meter square. 2020 സെപ്റ്റംബറിൽ 4 മാർക്കായിരുന്നു. ഗിവൺ ഡേറ്റാസ് നോക്കാം. ലെങ്ത് L ഈക്വൽ ടു 10 meter ആണ്. അത് ലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10 റൈസ് ടു 3 ദാറ്റ് ഈസ് 10 ഇൻറ്റു 10 റൈസ് ടു 3 mm. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 0.15 mm. ലോഡ് P 100 kilonewton ആണ്. ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 100 ഇൻറ്റു 10 റൈസ് ടു 3 ന്യൂട്ടൺ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി E ഈക്വൽ ടു 200 giganewton per meter square ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാക്കാൻ ഇൻറ്റു 10 റൈസ് ടു 9 ദാറ്റ് ഈസ് 200 ഇൻറ്റു 10 റൈസ് ടു 9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാക്കാൻ 200 ഇൻറ്റു 10 റൈസ് ടു 9 ഡിവൈഡഡ് ബൈ 10 റൈസ് ടു 6 ചെയ്യുമ്പോൾ 200 ഇൻറ്റു 10 റൈസ് ടു 3 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് കിട്ടും. ദെൻ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. 0.15 divided by 10 into 10 raised to 3 that is 1.5 into 10 raised to minus 5 എന്ന വാല്യൂ കിട്ടും. ദെൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു സിഗ്മ ബൈ ഇ എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ഇ ഇൻറ്റു ഇ ആണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു സ്ട്രെയിൻ ആണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്കറിയാം 200 ഇൻറ്റു 10 റൈസ് ടു 3 ഇൻറ്റു സ്ട്രെയിൻ അറിയാം 1.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന വാല്യൂ കിട്ടും. ദെൻ സിഗ്മ ഈക്വൽ ടു ദാറ്റ് ഈസ് സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ എന്നറിയാം. സ്ട്രെസ്സിൻ്റെ വാല്യൂ 3 ഈക്വൽ ടു ലോഡ് പി എന്ന് പറയുന്നത് 100 ഇൻറ്റു 10 റൈസ് ടു 3 ആണ്. ദെൻ ഏരിയ എന്ന് പറയുന്നത് π/4 d സ്ക്വയർ ആണ്. ഡി സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡിനോമിനേറ്ററിലുള്ള π/4 ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ 4/π എന്ന് വരും. അത് ചെയ്യുമ്പോൾ 4 ഇൻറ്റു ലോഡ് പി ന്യൂമറേറ്റർ ആയിരുന്നു. 4 ഇൻറ്റു 100 ഇൻറ്റു 10 റൈസ് ടു 3 ന്യൂമറേറ്ററിലും ഡിവൈഡഡ് ബൈ 3π എന്ന് വരും. ചെയ്യുമ്പോൾ ഡി സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ 206 mm എന്ന വാല്യൂ ആണ് കിട്ടുന്നത്.